കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ കൂട്ടമർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 15-കാരന് ദാരുണാന്ത്യം. 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. നഞ്ചക്ക് കൊണ്ട് തലയ്ക്കടിച്ചുള്ള ആക്രമണത്തിലാണ് ഷഹബാസ് കൊല്ലപ്പെട്ടത്. 5 വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. പ്രതികളുടെ ജാമ്യാപേക്ഷ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് തള്ളി. Salimos para la carretera, la gente a mí me pregunta y yo le digo que yo estoy en Marianela. ഇവിടെയായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. താമരശ്ശേരിയിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടി. DJ പാർട്ടിക്ക് സമാനമാണ് ആഘോഷം. ഫെയർവെൽ പാർട്ടിയിൽ പങ്കെടുത്തത് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെയും MJ സ്കൂളിലെയും വിദ്യാർത്ഥികൾ. MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കപ്പിൾ ഡാൻസിനിടെ പെട്ടെന്ന് പാട്ട് നിലച്ചു. താമരശ്ശേരി സ്കൂളിലെ കുട്ടികൾ കൂവി. MJയിലെ പെൺകുട്ടികൾ ഇത് ചോദ്യം ചെയ്തതോടെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമായി. ഇതിന് പിന്നാലെ കുട്ടികൾ അടിക്കും തിരിച്ചടിക്കുമായി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ ട്യൂഷൻ സെന്ററിന് സമീപം സംഘടിച്ചു. അവിടെ വെച്ചുള്ള കൂട്ടത്തല്ലിന് ഇടയിലാണ് ഷഹബാസിന് പരിക്കേറ്റത്. നഞ്ചക്കുപയോഗിച്ച് തലക്കടിച്ചപ്പോൾ തലച്ചോറിന് ഗുരുതരമായ ക്ഷതമുണ്ടായി. എന്നാൽ ഇതൊന്നും യാദൃച്ഛികം ആയിരുന്നില്ല. മർദ്ദിച്ചത് കൊല്ലാൻ ഉറപ്പിച്ചു തന്നെയായിരുന്നു. അതിന് തെളിവാണ് വാട്സപ്പിലെ കൊലവിളി ചാറ്റുകൾ. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു, ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തല്ലിൽ മരിച്ചുപോയാൽ പോലീസ് കേസ് വരില്ലെന്ന ക്രൂര ചിന്ത പോലും വാട്സാപ്പിൽ പങ്കുവയ്ക്കപ്പെട്ടു. കൂട്ടത്തല്ലിൽ മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും കേസെടുക്കുമല്ലോ പോലീസ്. അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് അതിന് ഇവരൊന്നും ഇല്ല വെച്ചാൽ ആഫീനല്ല വെച്ചത് 2 ദിവസം കേട്ട. ഷഹബാസിനെ നിർദ്ദയം തലയ്ക്ക് തല്ലിയത് 5 പേരുടെ സംഘമാണ്. കണ്ണിന് 4 കുത്തുകുത്തിയപ്പോൾ ഷഹബാസ് ഇല്ലാതായി എന്നാണ് ഒരാളുടെ ക്രൗര്യം നിറഞ്ഞ വീരവാദം. പരിക്കേറ്റ ഷഹബാസിനെ ഉടൻ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നില ഗുരുതരമായപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൊച്ചിൻ്റെ ശരീരത്തിൽ എവിടെയും പുറത്ത് കാണത്തക്ക ഒരു പരിക്കുമില്ല. അതാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇത്രയും ക്രൂരമായിട്ട് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയണമെന്നുള്ളതാണ്. എന്തുണ്ട് സംഭവം? നമ്മൾ നാട് ഉണരേണ്ടിയിരിക്കുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ ആയിരുന്ന ഷഹബാസിന്റെ ജീവൻ ഇന്ന് അർദ്ധരാത്രി 12:30 പൊലിഞ്ഞു. മുക്കം പാലോറക്കുന്ന് ഇക്ബാലിന്റെ 4 മക്കളിൽ മൂത്ത മകനാണ് ഷഹബാസ്. ഇക്ബാൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തി പെയിന്റിംഗ് ജോലികൾ ചെയ്യുകയായിരുന്നു. രണ്ടാളും ആദ്യം ഒരു ഇതുണ്ടായി, തല്ലൊക്കെ 2 ആഴ്ചയായി ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് തല്ലും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരുന്നു. കണ്ണിനിട്ട് ഇടിച്ച് നല്ലതാണോ, പിന്നെ നെഞ്ചക്കൊണ്ടൊക്കെ തലക്കിൻ്റെ അവിടെ ഇട്ടിട്ട് ചെല്ലൊക്കെ പൊട്ടിയിട്ടാണ് പ്രശ്നമായത്. തലച്ചോർച്ച രക്തക്കട്ട പിടിച്ചിട്ട് അങ്ങനെയാണ് കേട്ട് ഇങ്ങനൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നത്. ഒന്നുമില്ലേലും അവനെ അറിയുന്നവരല്ലേ. തല്ലിന് തലേന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു തല്ലുണ്ട്, അവൾക്ക് എന്തായാലും കിട്ടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓലെ ഏട്ടന്മാരൊക്കെ വരും പറഞ്ഞു തച്ചോലെ. നാടിനെ നടുക്കുന്ന നിഷ്ഠൂര സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാകും അന്വേഷിക്കുക. കുട്ടികൾ നമ്മുടെ കുട്ടികളാണ്. കുട്ടികൾ തമ്മിൽ സംഘർഷമുണ്ടായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഉള്ള ഒരു ഐഡിയ അല്ല. ഇത് ആയുധങ്ങൾ അല്ലെങ്കിൽ ഒരുങ്ങിക്കൂട്ടിയുള്ള ഒരു രീതിയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അക്കാര്യത്തിലൊക്കെ തന്നെ ഗൗരവമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളേതായ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള അന്വേഷണം നടക്കും. ഏറ്റവും ദുഃഖകരമായ മരണമെന്ന് മന്ത്രി ശിവൻകുട്ടി. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം തുടങ്ങി. താമരശ്ശേരി പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ അവിടെ സന്ദർശിക്കുന്നുണ്ട്. അവിടുത്തെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും അവിടെ ഹാജരാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ സന്ദർശിച്ചതിന് ശേഷം ബാക്കി തുടർ നടപടികളിലേക്ക് പോകും. കേസിൽ പ്രതികളായ 5 വിദ്യാർത്ഥികൾക്കും എതിരെ കൊലക്കുറ്റം ചുമത്തി. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കുട്ടികളുടെ ജാമ്യാപേക്ഷ തള്ളി. ഇവരെ വെള്ളിമാടുകുന്ന് ജുവനൈൽ കെയർ ഹോമിലേക്ക് മാറ്റി. എന്നാൽ 5 കുട്ടികളെയും SSLC പരീക്ഷ എഴുതാൻ അനുവദിക്കാനാണ് തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.